ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനോടും ആ വീട്ടിൽ നിന്ന്. വിഷ്ണുവേട്ടന് വാടകയ്ക്ക് വീട് കൊടുത്തത് ബാപ്പച്ചിയാ. ഏത് വിഷ്ണുവേട്ടനടി? ബാപ്പച്ചിയുടെ ലോറിയിലെ ഡ്രൈവറായിരുന്നു വിഷ്ണുവേട്ടൻ. അതുകൊണ്ടാ വീട് വാടകയ്ക്ക് കൊടുത്തത്. ഇപ്പൊ അല്ലല്ലോ. ഫോണൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. നീ ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കാതിരിക്കെ. ഞാൻ ഇപ്പൊ വരാം. അകത്തേക്ക് പോ. എന്തു പറഞ്ഞാലും സംസാരിക്കുന്നുണ്ട്. വിഷ്ണു ഒരു കൂട്ടുകാരനും കൂടെ വന്നിട്ടുണ്ട്. പോണ്ട. രാവിലത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ. എന്ന് വെച്ച് വീട്ടിൽ വരുന്നവരെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? മോളെ, ഞങ്ങള് കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോ വൈകിപ്പോയി. വിഷ്ണുവേട്ടാ, മോള് വന്നേ. മാമി പറയട്ടെ. വാ. പ്രധാന ചടങ്ങുകൾ കഴിഞ്ഞു. ഇനിയുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണെന്നും എന്നാണെന്നും അറിയിക്കും. അത് നാട്ടു നടപ്പാണല്ലോ. അപ്പോ വന്ന് പങ്കുകൊള്ളാം. പിന്നെ നിങ്ങൾ താമസിക്കുന്ന വീട് ഇനി ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വേറെ എവിടേക്കെങ്കിലും മാറുന്നതാണ് നല്ലത്. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞങ്ങള് ഇനിയിപ്പം ചടങ്ങുകൾക്കും മറ്റുമായി ബന്ധുക്കളൊക്കെ ഇപ്പൊ വരും. അവർക്കൊക്കെ ഒന്ന് വിശ്രമിക്കണമെങ്കിലും താമസിക്കണമെങ്കിലും വേറെ വീട് തിരക്കി പോകാൻ പറ്റില്ലല്ലോ. വീടേ ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തരാൻ സമ്മതിക്കില്ലായിരുന്നു. നോക്കട്ടെ. നോക്കിയാ പോരാ, എനിക്കൊഴിഞ്ഞു തരണം. മോളെ, ദയവ് ചെയ്ത് മാമി പറയുന്ന ഒന്ന് കേക്ക്. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മാമിയെ കൂടെ വിഷമിപ്പിക്കരുത്. ബാപ്പ മരണപ്പെട്ട് മണ്ണായിട്ടില്ല. അപ്പോഴേക്കും നിനക്ക് പുറത്തിറങ്ങി അഴിഞ്ഞാടണം അല്ലേ?
ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനോടും ആ വീട്ടിൽ നിന്ന്. വിഷ്ണുവേട്ടന് വാടകയ്ക്ക് വീട് കൊടുത്തത് ബാപ്പച്ചിയാ. ഏത് വിഷ്ണുവേട്ടനടി? ബാപ്പച്ചിയുടെ ലോറിയിലെ ഡ്രൈവർ ആയിരുന്നു വിഷ്ണുവേട്ടൻ. അതുകൊണ്ടാ വീട് വാടകയ്ക്ക് കൊടുത്തത്. ഇപ്പൊ അല്ലല്ലോ. ഇനി എന്തായാലും ബാപ്പച്ചിക്ക് വന്ന് വീട് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. അതെന്റെ ബാപ്പച്ചിക്ക് സങ്കടാവും. ആദ്യം ജീവിച്ചിരിക്കുന്നവരുടെ സങ്കടം മാറട്ടെ, അത് കഴിഞ്ഞിട്ട് മതി മരിച്ച് മണ്ണിൽ പോയിട്ടുള്ളവരുടെ സങ്കടം. എന്റെ ഫോൺ നിങ്ങൾ മാറ്റി. എന്നെ സ്നേഹിക്കുന്നവരിൽ നിന്ന് നിങ്ങൾ എന്നെ അകറ്റി. എന്നെ എന്താ ഇവിടെ വീട്ടിൽ തടങ്ങളിൽ ആക്കി വെക്കാൻ പോവാണോ? ശബ്ദം പുറത്ത് കേട്ടു പോകരുത്. പുറത്ത് സ്വന്തക്കാരും ബന്ധുക്കളും നാട്ടുകാരൊക്കെ ഉള്ളതാ. എല്ലാരും കേക്കട്ടെ. എന്റെ ബാപ്പച്ചി നിങ്ങൾ സങ്കടപ്പെടുത്തുന്നത് കണ്ടിട്ടാ മരിച്ചത്. സഹിക്കാൻ പറ്റാതെ ഹൃദയം പൊട്ടിയാ മരിച്ചത്. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്രയം നിങ്ങൾ ഇല്ലാതാക്കിയത്. ഇനി എനിക്ക് എന്ത് വന്നാലും ഒന്നുമില്ല. വേണ്ടി വന്ന ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാവും. മോളെ, എന്താ നിനക്ക് പറ്റിയേ? വയ്യ മാമി, ഇനി എനിക്കിങ്ങനെ സങ്കടം പിടിച്ചടക്കി നിൽക്കാനാവില്ല. എന്റെ ബാപ്പച്ചി രക്ഷപ്പെട്ടതാ. ഈ ദുനിയാവിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടതാ. മോളെ, കരയാതെ. എന്റെ മോളെ കരയാതെ, സങ്കടപ്പെടണ്ട.